ായത് ആ കേസിലാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിതിൻ ഭാസ്കറിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ അറസ്റ്റ്. ഇനിയിപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ തന്നെയാണോ അതല്ല അതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചോ എന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങളിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റ് വിശദമായ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തന്നെയാണ് SITയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ജിതിൻ ഭാസ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിർണായക അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KM ആണ്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യഘട്ടം വിജയമാണെന്നും ആദ്യ 15 ദിവസം തന്നെ 10 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്ര ഏജൻസികൾ കേരള പോലീസിനെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നും അവർ ഓപ്പറേഷൻ തൂഫാനെ അഭിനന്ദിച്ചെന്നും തുടർ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്താൻ തൂഫാൻ വോറിയറായി മോഹൻലാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകും. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം പരിശോധിക്കും. ഏത് ക്യാരവാനാണെങ്കിലും പരിശോധിക്കുമെന്നും ഒരു മടിയും അക്കാര്യത്തിൽ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറും തൂഫാന്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കും. ഓപ്പറേഷൻ തൂഫാൻ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. വലിയ ആദ്യഘട്ടം തന്നെ വിജയമാണെന്നും ആദ്യത്തെ 15 ദിവസം തന്നെ 10 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ കേരള പോലീസിനെ സഹായിക്കാമെന്നൊക്കെ ഒരു ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവർ ഓപ്പറേഷൻ തൂഫാനെ വലിയ രീതിയിൽ അഭിനന്ദിച്ചെന്നും തുടർ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നുമൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്താൻ തൂഫാൻ വോറിയറായി മോഹൻലാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകും എന്നതാണ് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗമൊക്കെ പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏത് ക്യാരവാൻ ആണെങ്കിലും കയറി പരിശോധിക്കുമെന്നും അതിൽ യാതൊരു മടിയും അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറും തൂഫാന്റെ ഭാഗമായി തന്നെ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി ചർച്ചയൊക്കെ നടത്തിയിരുന്നു.
തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാഴായി. പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ധനസഹായം 1 വർഷമായിട്ടും ലഭ്യമായില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി അറിയിക്കാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധിക്കാനും പുലികളി സംഘങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 4ാം ഓണനാളിലാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ വർണ്ണാഭമായി പുലികൾ ഇറങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ധനസഹായമായി 3 ലക്ഷം രൂപ നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചത്. അടുത്ത പുലിക്കളിക്കാലം അടുത്തെത്തിയിട്ടും സംഘങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല. ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറിയെങ്കിലും വ്യക്തമായ വിശദീകരണങ്ങൾ കിട്ടുന്നില്ല എന്നാണ് പരാതി. അതായത് കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പിൽ നിന്നും 3 ലക്ഷം രൂപ വീതം ഒരു ടീമിന് നൽകുമെന്നാണ് അന്ന് പ്രഖ്യാപനം വന്നത്. MP എന്നുള്ള ഉപരി അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ ഇതിലൊരു കൃത്യമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാ ടീമുകളും ബന്ധപ്പെട്ടത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് MP-യുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് സർക്കാരാണ്, കേരള സർക്കാരാണ് ഇത് ആദ്യം തരേണ്ടത്, അതിനുശേഷം റീഇംബേഴ്സ് ചെയ്ത് തരികയാണ് സാധാരണ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമുക്ക് ധാരണയില്ല. കാരണം ഇത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം പുൽക്കളി കഴിഞ്ഞതിന് ശേഷം പല ടീമുകളും ഇന്ന് നിലവിൽ സാമ്പത്തിക ബാധ്യതയിലാണ്. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലത്തും പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ലഭിക്കാത്ത മൂലം പല സംഘങ്ങളും ഇന്ന് വളരെയധികം ആശങ്കയിലാണ്. ജില്ലാ കളക്ടർ മുഖേന രേഖകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതാണ്. സംസ്ഥാന സർക്കാർ രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. എന്നിട്ടും സ്ഥലം MP കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ മറ്റ് അധികൃതരിൽ നിന്നോ കൃത്യമായ വിവരം ലഭിക്കുന്നില്ല. 18 ലക്ഷത്തോളം രൂപയാണ് ഒരു പുലികളി സംഘത്തിന് ചിലവ് വരുന്നത്. ഓണക്കാലത്ത് പുലികൾ തയ്യാറാവണം എന്നിരിക്കെ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.